എല്ലാവർക്കും ഷീജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റി ഉള്ളതായിട്ടുള്ള ഒരു കലത്തപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ്, അതായത് എന്തിലാണോ നമ്മൾ അളക്കുന്നത് അതുപോലെ തന്നെ വേണം എല്ലാം എടുക്കാൻ. ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി നമ്മളിതാ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 സ്പൂണ് ചോറ്, ഏത് അരിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ. 2 സ്പൂണ് ചോറിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ 2 ഏലക്കായ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം നമുക്കിനി ശർക്കരപ്പാനി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ആണി ശർക്കര നമ്മളെടുത്ത് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളത് അരച്ചതാണിത് കേട്ടോ. മിക്സിയിലിട്ട് നമ്മൾ അരച്ചു അതായത് ഇതിലേക്ക് പാർന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ശർക്കരപ്പാനി അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കുക്കർ വെച്ച് നമ്മളതിലേക്ക് എന്താ പറയുക, കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, ഒരു 3 സ്പൂണിൻ്റെ അടുത്ത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഒരു ചുവപ്പ് കളർ വരുമല്ലോ. അതായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു 3 സ്പൂണിൻ്റെ അടുത്ത് അതേപോലെ തന്നെ ചെറിയ ഉള്ളി, ആ ചെറിയ ഉള്ളിയും കൂടെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉള്ളി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ അരി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്കൊരു നുള്ള്, അതായത് ആ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ ഒരു പിഞ്ച്, അതായത് ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് അപ്പക്കാരം, അതായത് നമ്മളെ സോഡ ഇല്ലേ, സോഡ എടുത്തിട്ട് ബേക്കിംഗ് സോഡ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിന് ശർക്കരപ്പാനി ഇത് നന്നായിട്ട് അരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇതേപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. കാരണം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തിയ പോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ ഉള്ളിയും എന്താ പറയുക തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ ഇളക്കി വെച്ച ചൂടോട് കൂടിയുള്ള മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കണ്ടില്ലേ, ഇതുപോലെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് നമ്മൾ തുറന്ന് തന്നെ വെക്കണം കേട്ടോ. അതായത് അതിൻ്റെ അരി കണ്ടില്ലേ, ഇങ്ങനെ ഒരു തള വന്നിട്ട് ഇങ്ങനെ ഒരു അരിക്ക് നല്ലൊരു ഇതായി നിൽക്കുന്നത്, അത് വന്നതിന് ശേഷം മാത്രം നമ്മളിത് അടച്ച് വെക്കണം. ഇത് കണ്ടതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ. തുറന്ന് നോക്കാം കേട്ടോ. അതായത് നമ്മളത് കുക്ക് ചെയ്ത് ഇറക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളത് അവിടെ തന്നെ അതേപോലെ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വേണം, ചൂട് നന്നായി തണഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ഇതേപോലെ എടുക്കാൻ. ഉണ്ടോ, അടിയിലൊന്നും നമുക്ക് പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ എന്താ പറയുക ഇതുണ്ടല്ലോ കുക്കറിൻ്റെ മൂടിൻ്റെ വെയിറ്റ് എടുക്കണേ. അതെടുത്തതിന് ശേഷം വേണം നമ്മൾ അടയ്ക്കാൻ. കണ്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇപ്പം രാവിലെ കുറച്ച് അരി വെള്ളത്തിലിട്ട് വൈകുന്നേരമൊക്കെ നമുക്ക് ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ് കലത്തപ്പം. നമ്മൾ കടയിലൊക്കെ പോയാൽ കണ്ടില്ലേ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എടുത്ത് കാണിച്ചു തരാം നന്നായിട്ട്. കാരണം നന്നായിട്ട് ആരൊക്കെ പൊന്തി കണ്ടില്ലേ, നല്ല ക്ലിയറായിട്ട് കാണുന്നില്ലേ, അതേപോലെ കിട്ടും. കാരണം നമ്മളിത് അടുപ്പത്ത് വെച്ച ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഒരു 10-40 സെക്കൻഡ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നതിന് ശേഷം വേണം സിമ്മിലാക്കിയിട്ട് ഒരു 10-12 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മതി ഇത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം ഓഫാക്കിയിട്ട് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ കലത്തപ്പം വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.